എല്ലാവർക്കും നമസ്കാരം. 27 നക്ഷത്ര ജാതകരായിട്ടുള്ളവരുടെ വിഷു ഫലം 2026 വിഷു ഫലമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പൂരാടം നക്ഷത്രത്തിൻ്റെ വിഷു ഫലമാണ് ഇന്ന് പറയാൻ പോകുന്നത്. പൂരാടം നക്ഷത്രത്തിന് പ്രധാനമായും ആരോഗ്യപരമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഈ കടന്നു വരുന്നത്. സമൂഹത്തിൽ നിലയും വിലയും ഒക്കെ ഉയർന്നു വരുന്ന ഒരു സമയമായിരിക്കും പൂരാടം നക്ഷത്രക്കാർക്ക് ഈ 2026 വിഷു വർഷം. പ്രണയം നഷ്ടപ്പെടുവാനുള്ള സാധ്യത പൂരാടം നക്ഷത്രക്കാർക്ക് ഈ കാലയളവിൽ ഉണ്ട്. കുടുംബ ബന്ധത്തിൽ ശിഥിലത വരാൻ സാധ്യതയുണ്ട്. അത് അച്ഛനമ്മയായാലും ഭാര്യാഭർത്താക്കന്മാരായാലും മക്കളായാലും എല്ലാവരുമായി ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് മുൻപോട്ട് പോവുക. സാമ്പത്തികമായി നല്ല ഉയർച്ചയുള്ള ഒരു സമയമാണ് ഈ 2026 വിഷു വർഷം. ബാങ്കിലെ ലോൺ എല്ലാം ഉണ്ടെങ്കിൽ അതൊക്കെ അടച്ച് തീർക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഇത്. വിദേശത്ത് പോകുവാൻ അവസരമുണ്ടാകുന്ന ഒരു വർഷമാണ് ഈ 2026 വിഷു വർഷം. അത് ജോലിപരമായിട്ട് ആയിരിക്കും. സാമ്പത്തികമായി ഉന്നമനം ഉണ്ടാകും അതുവഴി. വിദ്യാർത്ഥികൾക്ക് നല്ല അനുകൂലമായ സമയമാണ് ഇത്. കലോത്സവങ്ങൾക്കൊക്കെ പങ്കെടുത്തു വരുന്ന കുട്ടികളാണ് എങ്കിൽ അവർക്ക് വിജയം കൈവരിക്കാനുള്ള അവസരമുള്ള ഒരു സമയമാണ് ഈ 2026 വിഷു വർഷം. രാഷ്ട്രീയപരമായിട്ടുള്ള ആളുകൾക്ക് സ്ത്രീ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ഭൂമി സംബന്ധമായിട്ടോ അപഖ്യാതികൾ കേൾക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് മുൻപോട്ട് പോവുക. പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലമാണ് ഈ 2026 പൂരാടം നക്ഷത്രക്കാർക്ക് ഉള്ളത്. ദോഷപരിഹാരാർത്ഥം പൂരാടം നക്ഷത്രക്കാർ ചെയ്യേണ്ടത് ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുകയും ശ്രീകൃഷ്ണ ഭഗവാന് തൃക്കൈ വെണ്ണ സമർപ്പിക്കുകയും ഭഗവാന്റെ മൂലമന്ത്രമായ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം 108 തവണ ഭക്തിയോടെ ജപിക്കുന്നതും വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ അടുത്ത വഴിപാട് എന്ന് വെച്ചാൽ മാസത്തിൽ ഒരു ഞായറാഴ്ച ആദിത്യ ഭഗവാനെ സങ്കല്പിച്ച് വീടിന് മുൻവശത്ത് പൊങ്കാല സമർപ്പിക്കുന്നതാണ്. അടുത്തതായി ശിവഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക. ശിവക്ഷേത്ര ദർശനം നടത്തുക. ഭഗവാന് വേണ്ട വഴിപാടുകൾ ഒക്കെ നടത്തുക. അങ്ങനെയെല്ലാം ചെയ്ത് മുൻപോട്ട് പോവുകയാണ് എങ്കിൽ പൂരാട നക്ഷത്രത്തിന് വരാനുള്ള ദോഷങ്ങളെല്ലാം മാറി നല്ല ഒരു വർഷമായിരിക്കും ഈ 2026 വിഷു വർഷം. എല്ലാ പൂരാട നക്ഷത്രക്കാർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു.